നമസ്കാരം. MOPയുടെ 9ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവിധ തരം കമ്മ്യൂണിക്കേഷൻസ്, അതിൻ്റെ റൂൾസ് ഒക്കെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെയർ കോപ്പി എടുക്കുമ്പോഴും അത് ഡെസ്പാച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഫെയർ കോപ്പി എന്ന് പറയുന്നതാണ്, അതിൻ്റെ മലയാളമാണ് അസൽ പകർപ്പ്. അപ്പം അതൊരു പ്രത്യേക സെക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 5 അതിലധികമോ ടൈപ്പിസ്റ്റുമാരുള്ള സ്ഥലങ്ങളിലാണ് സാധാരണഗതിയിൽ ഫെയർ കോപ്പി സൂപ്രണ്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫെയർ കോപ്പി സൂപ്രണ്ടും ക്ലാർക്കുമാരും അടങ്ങുന്ന ഒരു സെക്ഷനാണത്. ഫെയർ കോപ്പി സൂപ്രണ്ടിന്റെ നിയന്ത്രണത്തിലാണ് തപാൽ ക്ലർക്കും തപാൽ സംവിധാനവും. ഡെസ്പാച്ചും ഫെയർ കോപ്പി സൂപ്രണ്ടിന്റെ നിയന്ത്രണത്തിൽ ആ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഫെയർ കോപ്പി സൂപ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടൈപ്പിസ്റ്റിന്റെ പ്രൊമോഷൻ തസ്തികയാണ് ഫെയർ കോപ്പി സൂപ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെയർ കോപ്പി സെക്ഷൻ സൂപ്രണ്ടിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാല്, ഒന്ന് ഫെയർ കോപ്പി ചെയ്യുക, അതായത് അസൽ പകർപ്പ് ടൈപ്പ് ചെയ്ത് റെഡിയാക്കുക. ദെൻ കമ്പയർ ചെയ്യുക, ഇത് ഈ ടൈപ്പ് ചെയ്ത മാറ്റർ കമ്പയർ ചെയ്യുക. അതായത് ഡെസ്പാച്ച് ചെയ്യുക, അയച്ചു കൊടുക്കുക, ആർക്കാണോ വേണ്ടത് ഇഷ്യൂ ചെയ്യുക. അതാണ് ഡെസ്പാച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫെയർ കോപ്പി തയ്യാറാക്കുമ്പോൾ ഒരു ടൈപ്പിസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഫെയർ കോപ്പി ടൈപ്പ് ചെയ്യണമെങ്കിൽ ആ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ഡ്രാഫ്റ്റ് നോക്കിയിട്ടാണ്. ഡ്രാഫ്റ്റിൽ നിന്നാണ് ശരിക്കും ഫെയർ കോപ്പിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഡ്രാഫ്റ്റ്, അപ്പോൾ ഫെയർ കോപ്പി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? ഒന്ന്, ഈ ഡ്രാഫ്റ്റ് അതിന് ചുമതലപ്പെട്ട ആള്, ഹെഡ് ഓഫ് ഓഫീസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ, ആ ഡ്രാഫ്റ്റ് അംഗീകരിച്ച ഡ്രാഫ്റ്റ് ആയിരിക്കണം. അതായത് ഈ ഡ്രാഫ്റ്റ് അംഗീകരിക്കേണ്ട വ്യക്തി, അത് ഹെഡ് ഓഫ് ഓഫീസ് ആണെങ്കിൽ അങ്ങനെ, അദ്ദേഹത്തിന്റെ ചുരുക്കൊപ്പ് ഡ്രാഫ്റ്റിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഫെയർ കോപ്പി സെക്ഷനിൽ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരു പേജിൽ കൂടുതൽ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ രണ്ട് പുറത്തും, അപ്പുറവും ഇപ്പുറത്തും രണ്ട് പുറത്തും ടൈപ്പ് ചെയ്യണം. വൈറ്റ് പേപ്പറിന്റെ രണ്ട് പുറത്തും ടൈപ്പ് ചെയ്യണം. ഈ രണ്ട് പുറത്തും ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പേജിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് മാർജിൻ എങ്കിൽ മറുപുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കണം മാർജിൻ. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലാണല്ലോ അങ്ങോട്ട് തുന്നിക്കെട്ടുന്ന കോർണറിലേക്കൊക്കെ പോകുന്ന ഒരു കാണാത്ത ഒരു ഭാഗം വരുന്നത് മറുപുറത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ ഈ ഫ്രണ്ട് പേജിൽ ലെഫ്റ്റ് സൈഡിൽ മാർജിൻ വരിക, അടുത്ത മറുപുറത്ത് റൈറ്റ് സൈഡിലായിരിക്കും മാർജിൻ വെക്കേണ്ടത്. മറ്റൊന്ന്, ഒറ്റ വരി ടൈപ്പിംഗ് ആയിരിക്കണം, സിംഗിൾ ലൈൻ. സാധാരണ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ഇരട്ട വരി ടൈപ്പിംഗ് ഒക്കെ പറയാറുണ്ട്. അത് എപ്പോഴാ, ഏതെങ്കിലും കറക്ഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറയും അതിന് മുന്നേ നമ്മൾ ഇരട്ട വരയിൽ എഴുതണം, അത് 2 സ്പേസ് പെടണം. സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സിംഗിൾ സ്പേസ് വിട്ടിട്ടാണ്, അത് ഒറ്റ വരി ടൈപ്പിംഗ് എന്നാണ് നമ്മൾ പറയുക. ഇനി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പിസ്റ്റ് അദ്ദേഹത്തിന്റെ ചുരുക്കൊപ്പും ഡേറ്റും, ചെറിയ ഒപ്പും ഡേറ്റും ഈ ടൈപ്പ് ചെയ്ത മാറ്ററിന്റെ ഏറ്റവും അടിയിൽ ലെഫ്റ്റ് ബോട്ടം സൈഡിൽ കൊടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ടൈപ്പിസ്റ്റിന്റെ ചുരുക്കൊപ്പ് ലെഫ്റ്റ് ബോട്ടം സൈഡിൽ ഇടണം. ദെൻ ടൈപ്പിസ്റ്റ് ഒരു വർക്ക് ലോഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഫോറം നമ്പർ 16 നമ്പർ ഫോറത്തിൽ ടൈപ്പിസ്റ്റ് ഒരു വർക്ക് ലോഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആരാണ് ഈ വർക്ക് ലോഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ചോദിക്കാം. അപ്പോൾ വർക്ക് ലോഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടൈപ്പിസ്റ്റ് ആണ്. ഇനി ഒരു
ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ആണ് ഫെയർ കോപ്പി ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത് ശരിക്കും. അപ്പൊ ഡ്രാഫ്റ്റ് എന്തായിട്ട് വെക്കും? ഈ ഡ്രാഫ്റ്റ് ആണ് നമ്മൾ ഓഫീസ് കോപ്പി ആയിട്ട് വെക്കുന്നത്. ഇനി ഈ ഡ്രാഫ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൊസീഡിങ്സിലും മെമ്മോയിലും നിരവധി തവണ ഈ കാര്യം ഞാൻ പറഞ്ഞതാണ്. പ്രൊസീഡിങ്സും മെമ്മോറാണ്ടവും ടൈപ്പ് ചെയ്യുമ്പോൾ അത് ആർക്കൊക്കെയാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ എല്ലാവരുടെയും അഡ്രസ്സ് ഏറ്റവും ബോട്ടം സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വെച്ചിരിക്കണം. ഇനി കവറുകളിൽ, നമ്മൾ അയക്കുന്ന കവറുകളിൽ എൻവലപ്പുകളിൽ നമ്മൾ അതിനകത്ത് കടലാസുകൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത് വളരെ കൃത്യമായിട്ട് MOPയിൽ അത്തരം കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഓഫീസിലേക്ക് അയക്കേണ്ട അന്ന് ആ ഓഫീസിലേക്ക് ഒരു 5 തപാൽ അയക്കാനുണ്ടെങ്കിൽ എല്ലാ പേപ്പറുകളും ഒരു കവറിലിട്ട് അയക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്, അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്, 10ൽ കൂടുതൽ പേപ്പറുകൾ ഒരുമിച്ച് അയക്കാനുണ്ടെങ്കിൽ നീളത്തിൽ മടക്കിയിട്ട് വേണം കവറിടാൻ. നോക്കുക, ഏറ്റവും മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അയക്കേണ്ട കാര്യത്തിലൊക്കെ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഈ MOPയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി 10ൽ കുറവാണ് പേപ്പറെങ്കിൽ വീതിയിൽ 2 തവണ മടക്കിയിട്ട് വേണം കവറിലിടാൻ. അതാണ് സാർ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 10ൽ കൂടുതൽ പേപ്പറാണെങ്കിൽ നീളത്തിൽ മടക്കി കവറിലിടണം. 10ൽ കുറവാണ് പേപ്പറെങ്കിൽ വീതിയിൽ മടക്കിയിട്ട് 2 തവണ മടക്കിയിട്ട് കവറിലിടുക. ഇനി കവറ് ഒട്ടിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇതിനൊക്കെ പ്രസക്തി കുറവാണെങ്കിൽ പോലും മുൻകാലങ്ങളിൽ ഈ കവറിൽ ഒരു കവറ് തന്നെ ഒരുപാട് തവണ ഉപയോഗിക്കും. സാധാരണ ഒരു കവർ അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ ഒരു തവണ അഡ്രസ്സ് എഴുതി അയച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് പകരമായിട്ട് ഈ കവറിന്റെ ഫ്ലാപ്പിന്റെ അവിടെ ഒരു എക്കണോമി സ്ലിപ്പ് ഒട്ടിക്കും. അതായത് കവർ ഒട്ടിക്കുന്ന ഭാഗത്തിന്റെ ലേശം കൂടി 1 ഇഞ്ച് കൂടി അപ്പുറത്തായിട്ട് അവിടെ മാത്രം ഒരു വൈറ്റ് പേപ്പർ, കവറിന്റെ അതേ വീതിയുള്ള ഒരു വൈറ്റ് പേപ്പർ നീളത്തിൽ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് ആ പേപ്പർ നീളത്തിൽ ഇങ്ങനെ കിടക്കും. എന്നതിന് ശേഷം ഈ കവറിൽ മാറ്റർ ഇട്ടതിന് ശേഷം ആ നീളത്തിൽ കിടക്കുന്ന വൈറ്റ് പേപ്പർ ഈ കവറിന്റെ മേലേക്ക് പശ തേച്ച് ഒട്ടിച്ചു വെക്കും. അപ്പൊ നമ്മൾ അഡ്രസ്സ് എഴുതുന്നതൊക്കെ ഈ വൈറ്റ് പേപ്പറിന്റെ മുകളിലാണ്. ആ വൈറ്റ് പേപ്പർ പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ ആ പേപ്പറിന് മാത്രമേ തകരാറ് സംഭവിക്കുന്നുള്ളൂ. വീണ്ടും അതേ കവറിൽ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു വെച്ചാൽ വീണ്ടും അയക്കാനുള്ള കവറായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇതിന് എക്കണോമി സ്ലിപ്പ് എന്നാ പറയുക. അതായത് ചെലവ് ചുരുക്കാനുള്ള ഒരു തുണ്ട് കടലാസിൽ ഇത് ഒരുപാട് കവറുകൾ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കഴിയുമ്പോൾ ഒരു കവർ തന്നെ ഒരുപാട് തവണ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി അതിനെ മലയാളത്തിൽ മിതവ്യയ തുണ്ട് എന്നാ പറയാം. മിതവ്യയം എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കുന്ന, ചെറിയ ചെലവുള്ള തുണ്ട്, അതായത് കടലാസ്. ഇനി നമ്മൾ കവറ് കോൺഫിഡൻഷ്യൽ അല്ലാത്ത കവറുകളാണെങ്കിൽ, സാധാരണ മാറ്റർ തപാലുകൾ എന്തെങ്കിലും കവറിലിട്ട് അയക്കാനുള്ളതാണെങ്കിൽ ഈ ഫ്ലാപ്പ്, ആ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതി വിട്ടാൽ മതി. എക്കണോമി സ്ലിപ്പ് അങ്ങ് വിട്ടാൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യാനുണ്ട്. ഇനി കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ ഈ എക്കണോമി സ്ലിപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ 2 അറ്റത്തും നമ്മൾ ഓഫീസ് സീൽ വെക്കണം. അതായത് ഒട്ടിച്ച പേപ്പറിന്റെ അറ്റത്തും കവറിലും കൂടി ചേർത്തിട്ട് ഒരു ഓഫീസിൽ, പിന്നെ പശ തേച്ച അങ്ങേ സൈഡിൽ. അവ ഈ വൈറ്റ് പേപ്പർ, ഈ എക്കണോമിക് സ്ലിപ്പിന്റെ 2 അറ്റത്തും ഓഫീസിൽ വെക്കണം. ഓഫീസിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കവറിലും പേപ്പറിലുമായിട്ട് കടന്നു നിൽക്കണം. അപ്പൊ അങ്ങനെ ഓഫീസിൽ വെച്ചാൽ എന്താ, ഇത് കോൺഫിഡൻഷ്യൽ ആണ്. ഈ കവറ് എന്തെങ്കിലും പൊളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഈ കവറിന്റെ പുറത്ത് എവിടെയും, അല്ലെങ്കിൽ എക്കണോമിക് സ്ലിപ്പിന്റെ പുറത്തോ ഈ കവറിനകത്തുള്ള മാറ്റർ എന്താണെന്ന് നമ്മൾ സൂചിപ്പിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി
ഇത്തരത്തിൽ കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ ഇത് ഒട്ടിച്ചതിന് ശേഷം റെഡിങ്കിൽ നമ്മൾ കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് അത്തരം കാര്യങ്ങളൊക്കെ ഈ എക്കണോമി സ്ലിപ്പിന്റെ പുറത്ത്, ആ വെള്ള പേപ്പറിന്റെ പുറത്ത്, കവറിന്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന വൈറ്റ് പേപ്പറിന്റെ പുറത്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഒരു രജിസ്റ്റർ ചെയ്ത് അയക്കേണ്ട ഒരു കവറാണെങ്കിൽ അതിൽ എക്കണോമി സ്ലിപ്പ് വെക്കാൻ പാടില്ല. അത് ഡയറക്റ്റ് ആയിട്ട് കവറിന്റെ ഫ്ലാപ്പ് ഒട്ടിക്കാനുണ്ടല്ലോ, ആ കവറിന്റെ ഫ്ലാപ്പും തന്നെ ഒട്ടിച്ച് വിടേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ എക്കണോമി സ്ലിപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഏത് കാര്യത്തിലാണ് എക്കണോമി സ്ലിപ്പ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുന്ന തപാലുകളിൽ, കവറുകളിൽ, എൻവലപ്പിൽ എക്കണോമി സ്ലിപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി സാധാരണ കവർ അയക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെസ്പാച്ചിങ്ങിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഡെസ്പാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ് അർത്ഥം. ഇനി കോൺഫിഡൻഷ്യൽ അല്ലാത്ത കവറുകളിൽ ആരെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, അഡ്രസ്സ് ചെയ്യേണ്ടത് ആരെയാണ്, അവരുടെ എങ്ങനെയാണ്? ഇപ്പോൾ കവർ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കവറുകൾ അല്ലെങ്കിൽ ഈ അയക്കുന്ന ആളുടെ ഔദ്യോഗിക ഒഫീഷ്യൽ ഡെസ്റ്റിനേഷൻ അയച്ചാൽ മതി. ടു ദ പ്രസിഡന്റ്, ടു ദ ഹെഡ് മാസ്റ്റർ, അത്തരത്തിലുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ മാത്രം രേഖപ്പെടുത്തിയാൽ മതി. എന്നാൽ കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ അയാളുടെ പേര് വെക്കണം. കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും പേര് വെച്ചാൽ, സാധാരണഗതിയിൽ പേര് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പേര് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സിയാണ് തുറക്കാറുള്ളൂ സാധാരണഗതിയിൽ. അതുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്. ഇനി ഒരു ഡിഒ ലെറ്റർ ആണെങ്കിൽ, ഒരു ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ അത് പേരും വെക്കണം, ഒഫീഷ്യൽ ഡെസിഗ്നേഷനും വെക്കണം. ഇപ്പൊ രവീന്ദ്രൻ ടു ശ്രീ രവീന്ദ്രൻ ഹെഡ് മാസ്റ്റർ, അത്തരത്തിൽ. അപ്പോൾ പേരുമായി ഒഫീഷ്യൽ ഡെസിഗ്നേഷനുമായി. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനമെന്നോ അടിയന്തരമെന്നോ പിന്നെ അർജന്റെന്നോ ഒക്കെയുള്ള വാക്കുകൾ നമ്മൾ ഈ എക്കണോമിക് സ്ലിപ്പിന്റെ പുറത്ത് റെഡിങ് കൊണ്ട് എഴുതേണ്ടതാണ്. ഇനി ഒരു ജില്ലാ ആസ്ഥാനം, പല ഓഫീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാ പറയും. ആ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ഓഫീസുകളിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ഈ കത്തുകൾ, പിന്നെ ഇൻഫർമേഷൻസ് ഒക്കെ അയക്കുന്നത് ലോക്കൽ ഡെലിവറി ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ്. അപ്പോൾ ലോക്കൽ ഡെലിവറി ബുക്ക് എന്ന് പറയുന്നത് ഫോറൻ നമ്പർ 7 ആണ്. ആ ലോക്കൽ ഡെലിവറി ബുക്കിൽ ഈ കവറും ബുക്കും കൂടി, ബുക്കിൽ നമ്മൾ മാറ്റർ എഴുതും. 1 കവർ ഇന്ന ഓഫീസിലേക്ക് ഇന്നൊക്കെ പറഞ്ഞു. അവിടെ നമ്മൾ ഈ കവറും ബുക്കും കൂടി പിന്നെ OAമാർ കൊണ്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ അയക്കേണ്ട കവറും ബുക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഡെലിവറി ബുക്ക്, ആ ലോക്കൽ ഡെലിവറി ബുക്കും കൂടി നേരിട്ട് OA എടുത്ത് കൊടുത്തു വിടാണ് ബന്ധപ്പെട്ട ഓഫീസിലേക്ക്. ആ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ കവറ് നമ്മൾ ഏൽപ്പിക്കുന്നു, ലോക്കൽ ഡെലിവറിയും നമ്മൾ കൊടുക്കുന്നു. ലോക്കൽ ഡെലിവറി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ ലോക്കൽ ഡെലിവറി ബുക്കിൽ അവിടെയുള്ള തപാൽ ക്ലർക്ക് റെസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കും. അതാണ് നമ്മൾ പറയുന്നത് ലോക്കൽ ഡെലിവറി ബുക്ക്. ഇനി ലോക്കൽ ഡെലിവറി, അപ്പം നമ്മൾ തെളിവായി, നമുക്ക് ആ ഓഫീസിൽ ഈ നമ്മൾ പറഞ്ഞ കവറ് അവിടെ എത്തിച്ചു എന്നതിനുള്ള ഒരു തെളിവും കൂടിയാണ് ലോക്കൽ ഡെലിവറി ബുക്ക്. ഈ ലോക്കൽ ഡെലിവറി ബുക്കുകൾക്ക് എത്ര കോളമുണ്ട്? അതായത് 6 കോളമാണ് ലോക്കൽ ഡെലിവറി ബുക്കിന് ഉള്ളത്. ഇനി വളരെ അടിയന്തരമായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഓഫീസ് സമയം കഴിഞ്ഞും മറ്റുമൊക്കെ എത്തുമ്പോൾ വളരെ അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യൽ മെസ്സഞ്ചർ മുഖാന്തരം പിന്നെ നമ്മൾ ഓഫീസ് മേധാവിക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ OAമാരെയാണ് സാധാരണഗതിയിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായിട്ട് നിയമിക്കുക. ആ ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മുടെ ഡ്യൂട്ടി ക്ലർക്കാണ് സാധാരണഗതിയിൽ. അപ്പോൾ അത് ഈ ലോക്കൽ ഡെലിവറിയിൽ കൊടുത്താൽ മാത്രം പോരാ, ഏൽപ്പിക്കുമ്പോൾ ഇതിൽ നമ്മൾ ഏൽപ്പിച്ച സമയം കൂടി രേഖപ്പെടുത്തും. ഇല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും സമയത്താണ് എത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ കൊടുത്തുവിട്ട സമയം കൂടി രേഖപ്പെടുത്തും. ഇനി ഇത് ഡെസ്പാച്ച് സെക്ഷൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫെയർ കോപ്പി സെക്ഷൻ ചെയ്യേണ്ടത് 8ാം നമ്പർ ഫോറൻ നമ്പർ 8 ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ
ഓരോ ഡെസ്പാച്ച് നമ്മൾ നടത്തുമ്പോഴും സ്റ്റാമ്പ് അക്കൗണ്ടിന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ അടുത്ത് 1000 രൂപയുടെ സ്റ്റാമ്പാണുള്ളത്. അപ്പൊ നമ്മളത് രേഖപ്പെടുത്തി, സ്റ്റാമ്പ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി, 1000 രൂപ സ്റ്റാമ്പ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി. അടുത്ത ദിവസം ഡെസ്പാച്ച് വന്നു. ഡെസ്പാച്ചിൽ ഒരു 25 കവറുകൾ അയക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓരോ കവറ് അയച്ചതും എങ്ങോട്ടാണ് അയച്ചത്, എത്ര കവർ അയച്ചു, അതിന്റെ തുക എത്ര നമ്മൾ ഈ ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററിൽ എഴുതും. അങ്ങനെ ബാലൻസ് എത്രയാണെന്ന് എഴുതും. ബാലൻസ് അപ്പോൾ 250 രൂപയുടെ കവറിൽ 250 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് സ്റ്റാമ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത് 750 രൂപയായിരിക്കും. അത്തരത്തിൽ കുറച്ച് കുറച്ച് സ്റ്റാമ്പ് അക്കൗണ്ടും രണ്ടും അതിലുണ്ടാവും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ആയിട്ടാണ് നമ്മൾ ഒരു കാര്യം അയച്ചതെങ്കിൽ അതിന് വേറൊരു ചാർജാണ്. ആ ചാർജ് എഴുതിയതിൻ്റെ പിന്നെ നമ്മൾ ആ റെസീറ്റ്, രജിസ്റ്റേർഡ് ചെയ്തതിൻ്റെ റെസീറ്റ് കൂടി ഈ ഡെസ്പാച്ച് രജിസ്റ്ററിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പം ഡെസ്പാച്ചും മനസ്സിലാവും, അയച്ചത് മനസ്സിലാവും, എന്നാണ് അയച്ചതെന്ന് മനസ്സിലാവും, എത്ര രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചതെന്നൊക്കെ ഈ ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഉയർന്ന വിലയുള്ള സ്റ്റാമ്പുകൾ കഴിവതും ഉപയോഗിക്കണമെന്നാണ് MOP പറയുന്നത്. താഴ്ന്ന വിലയുള്ള സ്റ്റാമ്പുകൾ ഉപയോഗിച്ചാൽ അത് ക്രമക്കേടുകളും പിന്നെ ബുദ്ധിമുട്ടിനും ഇടയാക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. 40 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ഒരു സ്ഥലത്ത് 2 രൂപ വരുന്ന സ്റ്റാമ്പുകളാണ് ഒട്ടിക്കേണ്ടതെങ്കിൽ ആകെ ബുദ്ധിമുട്ടായി. കാരണം 20 എണ്ണം നമ്മൾ ഒട്ടിക്കണം. അതേ സമയത്ത് നമ്മൾ ഒരു 20ഉം 2 10ഉമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആകെ 3 സ്റ്റാമ്പ് ഒട്ടിച്ചാൽ 40 രൂപയുടെ സ്റ്റാമ്പായി. അത്തരത്തിൽ അതാണ് പറഞ്ഞത്, കഴിവതും ഉയർന്ന വിലയുള്ള സ്റ്റാമ്പുകൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഡെസ്പാച്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും അതൊരു ചോദ്യ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇനി ഫെയർ കോപ്പി സെക്ഷൻ സൂപ്രണ്ടിന്റെ ചുമതലകൾ എന്തെല്ലാം? അപ്പൊ എന്താ ഫെയർ കോപ്പി എന്ന് അതിന് പറയാം, അല്ല ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് ടൈപ്പിസ്റ്റിന്റെ ജോലിയായി പോകും. ദെൻ കമ്പയറിങ്, പിന്നെ ഡെസ്പാച്ചിങ്. ഈ 3 എണ്ണമാണ് ഫെയർ കോപ്പി സൂപ്രണ്ടിന്റെ ജോലി, ഉത്തരവാദിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് വർക്ക് ലോഡ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്? ടൈപ്പിസ്റ്റ് ആണ് വർക്ക് ലോഡ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഓഫീസ് പകർപ്പുകളായി, അതായത് ഓഫീസ് കോപ്പികളായി സൂക്ഷിക്കേണ്ടത് ഏതാണ്? ഡ്രാഫ്റ്റ് ആണ് ശരിക്കും. മറ്റേത് ടൈപ്പ് ചെയ്ത് ഡെസ്പാച്ച് ചെയ്ത് പോകും. ഡ്രാഫ്റ്റ് ആണ് ഓഫീസ് കോപ്പിയായി സൂക്ഷിക്കേണ്ടത്. ഇനി ഈ ഫെയർ കോപ്പി, അതായത് അസൽ പകർപ്പ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ടൈപ്പ് കഴിഞ്ഞു, ആ പേജ് കംപ്ലീറ്റ് കഴിഞ്ഞു, ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പിസ്റ്റ് എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. നമ്മളത് പറഞ്ഞതാണ്. എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും അടിയിൽ ഇടത്തെ മൂലയിൽ ഡേറ്റഡ് ചുരുക്കൊപ്പിടണം. ആര്? ടൈപ്പിസ്റ്റ്. ടൈപ്പ് ചെയ്ത ടൈപ്പിസ്റ്റ് ഏറ്റവും അടി ഇടതുഭാഗത്ത് ഡേറ്റഡ് ചുരുക്കൊപ്പ് ഇടണം. പിന്നെ പുറത്തേക്ക് അയക്കുന്ന ഒരു കടലാസ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഒരാൾ ടൈപ്പ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് ഈ ടൈപ്പിസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ആ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ടൈപ്പിസ്റ്റ് ഈ മാറ്റർ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ മാറ്റർ, അതായത് ആ ഡ്രാഫ്റ്റ്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അംഗീകരിച്ചതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്റെ ചുരുക്കൊപ്പ് ഡ്രാഫ്റ്റിന്റെ അടിയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഉദ്യോഗസ്ഥൻ അംഗീകരിക്കാത്ത ഡ്രാഫ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഒരു ഫയല് ഡിസ്പോസൽ ആകുമ്പോൾ, ഡെസ്പാച്ചിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് സെക്ഷനിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? പ്രധാനപ്പെട്ട ഒരു ഓഫീസറാണ്. അത് ഫെയർ കോപ്പി സൂപ്രണ്ടാണ് ഉറപ്പുവരുത്തേണ്ടത്. പിന്നെ ഫെയർ കോപ്പി സൂപ്രണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ R&D ഡിസ്പോസലിൽ, ആറും ഡിയും, അതായത് 20 വർഷവും 10 വർഷവും വേണ്ട ഡിസ്പോസലിൽ ഇൻഡെക്സ് സ്ലിപ്പുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഫെയർ കോപ്പി സെക്ഷനിലും ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിന് നമ്മൾ ഫെയർ കോപ്പി രജിസ്റ്റർ എന്നാണ് പറയുന്നത്.
ആ രജിസ്റ്ററിന്, ഫെയർ കോപ്പി രജിസ്റ്ററിന് എത്ര കോളങ്ങൾ ഉണ്ട്? 4 കോളങ്ങളാണ് ഉള്ളത്. ഫെയർ കോപ്പി രജിസ്റ്ററിന് 4 കോളങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ലോക്കൽ ഡെലിവറി ബുക്കുകൾക്ക് എത്ര കോളമുണ്ട്? ലോക്കൽ ഡെലിവറി ബുക്കുകൾക്ക് 6 കോളങ്ങളാണ് ഉള്ളത്. ഇനി ഒരു ടൈപ്പിസ്റ്റ്, അയാളുടെ ഒരു വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഒരു ദിവസം എത്ര പേജ് മലയാളം ടൈപ്പ് ചെയ്യണം എന്ന ഒരു കണക്കുണ്ട്. പരമാവധി ആണ് ഉദ്ദേശിക്കുന്നത്, മിനിമം എത്രയോ ആകാമല്ലോ. പരമാവധി ഉണ്ടെങ്കിൽ അയാൾ അത്ര ചെയ്താൽ മതി. അതായത് അതിൻ്റെ ഉത്തരം എത്ര പേജ് എന്ന് ചോദിച്ചാൽ 20 പേജ് മലയാളം. എങ്ങനത്തെ 20 പേജ്? 28 ലൈനുള്ള 20 പേജുകളാണ് അയാളുടെ ഒരു വർക്ക്, ഒരു ദിവസത്തെ മാക്സിമം വർക്കായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 20 പേജിൽ 28 ലൈനുകളുള്ള 20 പേജ് മലയാളം ടൈപ്പിങ്. ഫോം 16, വർക്ക് ലോഡ് രജിസ്റ്ററിന്റെ ഫോറം എന്ന് പറയുന്നത് ഫോം 16 ആണ്. അപ്പൊ ഫോറം നമ്പർ 16 ആരാണ് വർക്ക് ലോഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ആരാണ് ഉത്തരം? ടൈപ്പിസ്റ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഇനി ഫെയർ കോപ്പി രജിസ്റ്ററിന് എത്ര കോളങ്ങളുണ്ട്? അതിന്റെ ഫോറം നമ്പർ എത്രയാണ്? 4 കോളമാണ് ഫെയർ കോപ്പി രജിസ്റ്ററിനുള്ളത്. അതിന്റെ കോളം നമ്പർ എന്ന് പറയുന്നത് ഫോറം നമ്പർ എന്ന് പറയുന്നത് ഫോറം 6 ആണ്. ഫോറം നമ്പർ 6ലാണ് ഫെയർ കോപ്പി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇത് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ പറയുന്ന നമ്മൾ കടലാസുകളിൽ, ഡിസ്പോസലുകളിൽ, തീരുമാനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്യൂവിൽ ഒപ്പിടേണ്ടത് ആരാന്നൊക്കെയുള്ള കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ നമ്മളെ MOP പറയുന്നുണ്ട്. അതിൽ ഈ കോടതിയിലേക്ക് ഫയലിടാൻ പോകുന്ന പേപ്പറുകളിൽ ആരെങ്കിലുമൊക്കെ ഒപ്പിട്ടാൽ പോരാ. ഒപ്പിടുമ്പോൾ നമ്മൾ വളരെ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇനി ഒരു MP അല്ലെങ്കിൽ MLA നമുക്ക് ഒരു ഓഫീസിലേക്ക് ഒരു ഓഫീസറെ അഭിസംബോധന ചെയ്തിട്ട് ഒരു കത്തയച്ചു, കുറച്ച് വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മാറ്ററൊക്കെ തയ്യാറാക്കി ആ ഓഫീസർ, ഈ ആർക്കാണോ ഇവര് കത്തയച്ച ഓഫീസർ തന്നെ ഇതിന്റെ മറുപടിയിൽ ഒപ്പിടേണ്ടതാണ്. അപ്പോൾ MP-യും MLA-യും ഒക്കെ അയക്കുന്ന പേപ്പറുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ അവര് ജനപ്രതിനിധികളാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ മുകളിലാണ്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ അവര് അയച്ചു തരുന്ന, അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഒപ്പിട്ടിട്ട് അത് അവർക്ക് നൽകുകയും ചെയ്യേണ്ടതാണ്. ഇനി ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നിന്ന് പോകുന്ന ഒരു മറുപടി, ഇത്രയും ആൾക്കാർക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അതിൽ ഒരു ജോയിന്റ് ഡയറക്ടറിൽ താഴെയല്ലാത്ത ഉദ്യോഗസ്ഥൻ ഒപ്പിടേണ്ടതാണ്. ഇനി ഒരു കളക്ടറേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലാ ഓഫീസുകളിൽ നിന്നാണ് ഒരു പേപ്പർ പുറത്തേക്ക് അയക്കേണ്ടതെങ്കിൽ, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള അയക്കേണ്ടതെങ്കിൽ അതിൽ ഒപ്പിടുമ്പോൾ ഡെപ്യൂട്ടി കളക്ടറിന് താഴെ ആവാത്ത, സ്ഥാനപ്പേര് ഡെപ്യൂട്ടി കളക്ടറിലെങ്കിലും ആയിരിക്കണം, അതിന് താഴെയല്ലാത്ത ഉദ്യോഗസ്ഥരാണ് അത്തരം കാര്യങ്ങളിൽ നമ്മൾ പേപ്പറുകളിൽ ഒപ്പിടേണ്ടത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഇതെല്ലാം ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ വ്യക്തമായ ഡയറക്ഷൻസ്, ആരൊക്കെയാണ് സൈൻ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പോലും വ്യക്തമായ ഡയറക്ഷൻസ് MOP-യിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ പുറത്തേക്ക് അയക്കുന്ന ക്ലർക്കിന് നമ്മൾ ഡെസ്പാച്ച് ക്ലർക്ക് എന്ന് പറയാം. കാര്യങ്ങൾ എല്ലാം തീരുമാനമായി, ഡിസ്പോസലായി. ആ ഡിസ്പോസല് ഹെഡ് ഓഫ് ഓഫീസിന്റെ അന്തിമ തീരുമാനം പുറത്തേക്ക് അയക്കുന്നത് ഡെസ്പാച്ച് ക്ലർക്കാണ്. ഇനി ഈ ഡെസ്പാച്ച് ക്ലർക്ക് ഡേറ്റ് ഓഫ് ഡെസ്പാച്ച് എവിടെയാണ് എഴുതേണ്ടതെന്നാണ് ചോദ്യം. അതായത് പുറത്തേക്ക് അയച്ച തീയതി എഴുതേണ്ടത് എവിടെയാണ്? ഉത്തരം ഫെയർ കോപ്പി രജിസ്റ്ററിലാണ്. ഫെയർ കോപ്പി രജിസ്റ്ററിലാണ് ആ ഡേറ്റ് എഴുതേണ്ടത്. ഇനി ആരാണ് ഓഫീസ് കോപ്പിയിൽ ഡെസ്പാച്ച് സ്റ്റാമ്പ് പതിക്കേണ്ടത്? ഡെസ്പാച്ച് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ
ഡെസ്പാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സീൽ ഉണ്ടാക്കും. ആ സീലാണ് ഓഫീസ് കോപ്പിയിൽ പതിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അത് ഒരു മുദ്രയാണ്, അല്ലെങ്കിൽ ഒരു സീലാണ്. ആ ഡെസ്പാച്ചർ എന്ന് പറയുന്ന ഒരു സീലായി അടിക്കുന്നതോടുകൂടി അതെന്തായി? അത് പുറത്തേക്ക് ആർക്കാണോ ഇത് അയച്ചു കൊടുക്കുന്നത് അവർക്ക് അയച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ട. ഫയലിന്റെ ഒരു തീരുമാനത്തിന്റെ അവസാന ഘട്ടവും കഴിഞ്ഞു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട. അത്തരം സീലുകൾ വെക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഓഫീസ് കോപ്പിയിലാണ്. മറ്റേ കോപ്പി നമ്മൾ അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഓഫീസ് കോപ്പിയിൽ ഡെസ്പാച്ച് സീല് വെക്കണം. അതിന് ഡെസ്പാച്ച് സ്റ്റാമ്പ് എന്നാണ് പറയുന്നത്. അത് വെക്കേണ്ട ഉത്തരവാദിത്തം ഡെസ്പാച്ച് ക്ലർക്കിനാണ്. ഇപ്പൊ അതിന്റെ തന്നെ വേറൊരു ചോദ്യം, എവിടെയാണ് ഡെസ്പാച്ച് ക്ലർക്ക് ഡെസ്പാച്ച് സ്റ്റാമ്പ് അഫിക്സ് ചെയ്യേണ്ടത്? എവിടെയാണ് ഒരു ഡെസ്പാച്ച് ക്ലർക്ക് ഈ ഡെസ്പാച്ച്ഡ് എന്ന് പറയുന്ന സ്റ്റാമ്പ് അഫിക്സ് ചെയ്യേണ്ടത്? ഓഫീസ് കൺസേൺഡ് ഫയലിന്റെ ഓഫീസ് കോപ്പിയിലാണ് അത് സീൽ ചെയ്യേണ്ടത്. ഇനി അയക്കുന്ന കവറുകളിൽ നമ്മൾ ഇതൊരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. എക്കണോമി സ്ലിപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? ഇന്നിപ്പോൾ ഒരു കവറിന്, ഒരു പ്ലെയിൻ കവറിനൊന്നും ആരും ഒരു വില കൽപ്പിക്കുന്നില്ല. കുറച്ച് കാലം മുമ്പ് ഓഫീസിലൊക്കെ ചെലവ് ചുരുക്കാൻ വേണ്ടി അത്തരം കവറുകളിലൊക്കെ ആയിരുന്നു നമ്മൾ എക്കണോമി സ്ലിപ്പ് വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടുള്ള മെച്ചം എന്തായിരുന്നു പറഞ്ഞാൽ കവറ് ഒരുപാട് തവണ ഉപയോഗിക്കാം. ഒരു ഉപയോഗിച്ച കവറ് തന്നെ, കാരണം കവറിന് ഒരു പരിക്കും പറ്റുന്നില്ല. കവറിന്റെ പുറത്ത് നമ്മൾ അഡ്രസ്സ് എഴുതുന്നില്ല, മറിച്ച് ഈ ഫ്ലാപ്പ്, ആ വൈറ്റ് പേപ്പർ, അതിന്റെ മുകളിൽ ഒട്ടിക്കുന്ന എക്കണോമി സ്ലിപ്പിൽ മാത്രമാണ് നമ്മൾ അഡ്രസ്സുകൾ എഴുതുന്നത്. സോ ടു യൂസ് ദ കവർ എഗെയിൻ ആൻഡ് എഗെയിൻ, അതാണ് ഈ എക്കണോമിക് സ്ലിപ്പ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എക്കണോമി ലേബലിന്റെ പുറത്ത് ഇമ്പോർട്ടൻ്റ് എന്നോ അർജന്റ് എന്നോ പേഴ്സണൽ എന്നോ ഒക്കെ എഴുതാറുണ്ട്. അത്തരം കവറുകൾ എക്കണോമിക്സ് ലേബലിന്റെ അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും സീൽ വെക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഓഫീസിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞു. അത് ഏത് മഷിയിലാണ് ഈ മാറ്റർ പേഴ്സണൽ അല്ലെ അർജന്റ് എന്നൊക്കെ എഴുതുന്നത്? ചുവന്ന മഷിയിലാണ് എഴുതുന്നത്. ഇനി സീക്രട്ട് അല്ലാത്ത കത്തുകളിലെ, അതായത് കോൺഫിഡൻഷ്യൽ അല്ലാത്ത സാധാരണ കത്തുകളിലെ അഭിസംബോധന ആർക്കാണോ ഉള്ള അയാളെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഇപ്പൊ പഠിച്ചതാണ്. എങ്ങനെയാ ചെയ്യുക? അയാളുടെ ഔദ്യോഗിക നാമം, ഒഫീഷ്യൽ ഡെസ്റ്റിനേഷൻ എന്താണോ അത് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ടു ദ സൂപ്രണ്ട്, ടു ദ ഡെപ്യൂട്ടി കളക്ടർ ഓർ ടു ദ ഹെഡ് മാസ്റ്റർ, ആ രീതി. ഇനി പറഞ്ഞത് തന്നെയാണ് വീണ്ടും ചോദ്യമായിട്ട് വരുന്നത്, ഡിഒ ലെറ്ററിൽ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത്? അപ്പോൾ അതിൽ ഡിഒ ലെറ്ററിൽ പേരും കൊടുക്കും, ഒഫീഷ്യൽ ഡെസിഗ്നേഷനും കൊടുക്കും. ഇനി ഹെഡ് ക്വാർട്ടേഴ്സിൽ ലെറ്ററുകൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? വളരെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനും കൂടെ കേട്ടാൽ നമുക്ക് എന്താ ഉത്തരം വരും? അപ്പം തന്നെ ലോക്കൽ ഡെലിവറിയിൽ വരും. അപ്പോൾ അത്തരം ഹെഡ് ക്വാർട്ടേഴ്സുകളിൽ ലോക്കൽ ഡെലിവറി ബുക്കിലാണ് നമ്മൾ ഡെസ്പാച്ച് നടത്തുന്നത്. ലോക്കൽ ഡെലിവറി ബുക്കിൽ എത്ര കോളങ്ങളുണ്ട്? അടുത്ത ചോദ്യം. ലോക്കൽ ഡെലിവറി ബുക്കിൽ 6 കോളങ്ങളാണ് ഉള്ളത്. ഇനി ഫെയർ കോപ്പി സൂപ്രണ്ട് എല്ലാ ദിവസവും ചെക്ക് ചെയ്യേണ്ട രജിസ്റ്റർ ഏത്? ഫെയർ കോപ്പി സൂപ്രണ്ട് എല്ലാ ദിവസവും ഇത് ചെക്ക് ചെയ്യണം. കാരണം ആ രജിസ്റ്ററാണ് ഡെസ്പാച്ച് കം അക്കൗണ്ട് രജിസ്റ്റർ. അതിൽ ഡെസ്പാച്ച് നടക്കുന്നുണ്ട്, സ്റ്റാമ്പ് അക്കൗണ്ടിന്റെ കണക്കും ഉണ്ടാവും. അത് ഫോറം നമ്പർ 8 ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ ഫോർ അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കവറുകൾ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ ആ രജിസ്റ്ററിൽ ഉണ്ടാവും. പിന്നെ അതിൽ എത്ര രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു എന്നുണ്ടാവും. ആ സ്റ്റാമ്പ് കഴിഞ്ഞാൽ ബാക്കി എത്ര സ്റ്റാമ്പ് ഈ ഓഫീസിൽ എത്ര രൂപയുടെ സ്റ്റാമ്പ് ബാക്കിയുണ്ടെന്ന് പോലും ഉണ്ടാവും. അത്തരത്തിൽ ഫെയർ കോപ്പി സൂപ്രണ്ട് എല്ലാ ദിവസവും ചെക്ക് ചെയ്യേണ്ട രജിസ്റ്ററാണ് ഡെസ്പാച്ച് കം അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയും. അത് ഫോറം നമ്പർ 8 നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫെയർ കോപ്പിയിൽ ടൈപ്പിംഗ്, അതിൻ്റെ കമ്പാരിസൺ, പിന്നെ ഡെസ്പാച്ചിങ്ങിൽ വരുന്നത്. ഒരുവിധം എല്ലാ മൈന്യൂട്ട് പോയിന്റ്സ് പോലും ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. സംശയമുള്ളവർ വീണ്ടും വീണ്ടും കേട്ട് അത് ഉറപ്പിക്കുക.
ഈ ക്ലാസ് ശ്രദ്ധിച്ച എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.